കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ നിന്ന് ഉറങ്ങിയിരുന്നു. ഉറങ്ങിപ്പോയതല്ല, കുർബാന സ്വീകരിച്ചപ്പോൾ മയങ്ങിപ്പോയി. പെട്ടെന്ന് ഒരു മനുഷ്യൻ്റെ ഇടത് കയ്യെ വാച്ച് കെട്ടിയിരിക്കുകയാണ്. ഒരു മഞ്ഞ ഡയലാണ്. അതെനിക്ക് ഡയൽ കാണാം. പെട്ടെന്ന് ഒരു തീ ഇറങ്ങിയിട്ട് മഞ്ഞ ഡയൽ കത്തിപ്പോയി. അപ്പം ഞാൻ ഞെട്ടി ഉണർന്ന്. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവേ, കടികാരമാണല്ലോ, കയ്യെ കെട്ടിയ കടികാരമാണല്ലോ കത്തിപ്പോയത്. സമയം തീർന്നാ? എൻ്റെ സമയം തീർന്നാന്ന് ഞാൻ ചോദിച്ചത്. കർത്താവിനോട് ചോദിക്കാറില്ല, സമയ കടികാരമല്ലേ, സമയ കടികാരം കത്തിപ്പോയി, അപ്പോൾ എൻ്റെ സമയം തീർന്ന എന്ന് ഞാൻ ചോദിച്ചു. ചോർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു വിശ്വാസപ്രമാണം ചൊല്ലി. വിശ്വാസപ്രമാണം ചൊല്ലിയാൽ പറഞ്ഞു, കർത്താവേ, അപ്പോൾ എനിക്കൊരു 4 എന്നും പറഞ്ഞ നമ്പർ എൻ്റെ മനസ്സിൽ കാണിച്ചു ഈശോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോ 4 ഫിക്സാണ് കേട്ടോ. ഞാൻ വചനം തുറക്കും, ഈ 4 എന്നുള്ള നമ്പരെ നീ എനിക്ക് സന്ദേശം തരണമെന്ന് പറഞ്ഞ്. ഞാൻ വചനം തുറക്കും, ഈ 4 എന്നുള്ള നമ്പറിൽ നീ എനിക്ക് സന്ദേശം തരണം. നമ്മൾ ദൈവത്തോട് സംസാരിക്കാൻ പറ്റും നമുക്ക്. ഇത് ഉടമ്പടിയിൽ വേറൊരു ലോകമാണ്. ഉടനെ ഞാൻ വിശ്വാസപ്രമാണത്തിൽ വചനം തുറന്നപ്പോൾ 2:4. എന്ത്? ലൂക്കായുടെ സുവിശേഷം 2:4. എന്താ പറയണത്? ജോസഫ് എന്ത് ചെയ്ത്? പേരെഴുതിക്കാൻ വേണ്ടി തൻ്റെ നഗരത്തിലേക്ക് തിരിച്ചുപോയി. ഗർഭിണിയായ മറിയം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്നാണ്. എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ഞാൻ പറഞ്ഞു, കർത്താവ് ജീവൻ്റെ പുസ്തകത്തെ പേരെഴുതിക്കാണെങ്കിൽ ജോസഫിൻ്റെ കൂടെ അമ്മ ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ, എനിക്കത് മതി. അതാണ്. അപ്പോൾ അവർ ഗർഭിണിയാന്ന് എഴുതിയിട്ടുണ്ട് അതിനകത്ത്. അവർ വാഗ്ദാന പേടകമാണെന്ന്. അവർ വാഗ്ദാന പേടകമാണ്. സ്വർഗത്തിലെ അമ്മ വാഗ്ദാന പേടകമാണെന്ന് എന്നോട് തൈക്കാട്ടുശ്ശേരി വെച്ച് പറഞ്ഞായിരുന്നോ? ഞാൻ ഉടമ്പടി പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു, സ്വർഗത്തിൽ ഒരാലയം കണ്ടു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. പുറപ്പാടിൻ്റെ പുസ്തകം, വെളിപാടിൻ്റെ പുസ്തകം, വെളിപാട് 11:19. അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയം തുറക്കപ്പെട്ടു. പറഞ്ഞ, അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയം തുറക്കപ്പെട്ടു. അതിൽ അവിടുത്തെ വാഗ്ദാന പേടകം കാണായി. മിന്നൽ പിണരുകളും ഘോഷങ്ങളും ഇടിമുഴക്കങ്ങളും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കിരീടം. ഉടമ്പടി പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മകനെ, ഈ 2 വരി 2 അധ്യായത്തിൽ കിടക്കുകയാണ്. ഇത് 2 ഒന്നായിരുന്നു. അധ്യായം ഇട്ടവന് വന്ന പെശകാണെന്ന്, അധ്യായം തിരിച്ചവന് വന്ന പെശകാണെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2, അതായത് 11ഉം 12 ആ വചനമെല്ലാം ഒന്നാണ്. അതായത് സ്വർഗത്തിൽ അടയാളം കാണപ്പെട്ടു, വാഗ്ദാന പേടകം കാണപ്പെട്ടു. പിന്നെ ആ വാഗ്ദാന പേടകം ആരാണ്? ഒരു സ്ത്രീയാണെന്ന്, അവൾ ഗർഭിണിയായിരുന്നെന്ന്. അപ്പം അമ്മയാണ് വാഗ്ദാന പേടകം എന്നാണ് പറയണത്. പ്രൈസ് ദി ലോർഡ്. ഈ വാഗ്ദാന പേടകമായ അമ്മയോടാണ് നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അതാണ് ഉടമ്പടി മാതാവെന്ന് പറയണത്. എന്നോട് പറഞ്ഞത്, നിൻ്റെ കാലം എപ്പോൾ എത്തിയാലും നിൻ്റെ കൂടെ അമ്മ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതിക്കുന്ന സ്ഥലത്തേക്ക് കൂടെ വരുമെന്നാണ്. ശ്രദ്ധിക്കട്ടെ. കൂടെ സഞ്ചരിക്കുന്ന നന്ദി പറയുന്നു. കൊണ്ടുപോകുന്ന അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പൊ എൻ്റെ മക്കളെ, നമ്മൾ എന്തെല്ലാം അനുഗ്രഹങ്ങളെ കുറിച്ചാണ് നിങ്ങൾ സ്വപ്നം കാണുകയും അതിൽ അമിതമായ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് ഉടമ്പടിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട നിയോഗം എന്ന് പറയുന്നത് ദൈവാനുഭവമാണ്. ദൈവാനുഭവത്തിന് ഒന്നത്തെ ദൈവാനുഭവം, ഒന്നാമത്തെ നിയോഗം എന്ന് പറയുന്നത് എനിക്ക് ദൈവത്തെ അനുഭവിക്കണം, എനിക്ക് ദൈവത്തെ കാണണം, എനിക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കണം, ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കണം.
അങ്ങനെയാണ് നിൻ്റെ മനസ്സെങ്കിലേ ബാക്കിയെല്ലാം എളുപ്പമാകും. നീ ഇത് അവസാനത്തെ കാരണമായിട്ട് പോലും എഴുതണില്ലല്ലോ. അവസാനം ഒന്നുമില്ലേ, കെട്ടിച്ചു വിട്ട മകളുടെ കാര്യം എഴുതി വെക്കും. കെട്ടിച്ചു വിട്ട മകൾക്ക് എഴുതണ്ടെന്നല്ല കാര്യം, എഴുതാനുള്ള എല്ലാം എഴുതിയെങ്കിലും സ്വന്തം കാര്യം മാത്രമേ എഴുതത്തുള്ളൂ, കുടുംബത്തിലുള്ള കാര്യം മാത്രമേ എഴുതത്തുള്ളൂ. അത് ചില ആൾക്കാർ മാത്രമേ അയൽവാസികളുടെ കാര്യം എഴുതത്തുള്ളൂ. പിന്നെ ഞാനിപ്പോൾ വണ്ടിയും കാശും മുടക്കി ഇടിയും കൊണ്ട് വേർപ്പ് അഴിച്ച് ഇവിടെ പുഴുങ്ങി ഇവിടെ ഇരുന്നിട്ട് നടുകട എഴുതാനാണ് എൻ്റെ കാര്യം നടക്കണ്ട അവിടെ എന്ന് പറയും. അതോടുകൂടി ഉടമ്പടിക്ക് തീരുമാനമാകും. എന്താ കാര്യം? നീ ലോകത്താനാ, നീ ദൈവിക ജീവൻ നിന്നിൽ വസിക്കണില്ല. നീ സ്വന്തം വയറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രം കെട്ടിയെടുത്ത് വണ്ടിയും കയറി ഇവിടെ വന്നിരിക്കുകയാണ്. ആ ദൈവത്തിന് എന്തിനാ പിടികൊടുക്കണ? ദൈവത്തിന് പിടികൊടുക്കരുത്, മറിച്ച് ദൈവം നമ്മളെ പിടിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ഇങ്ങനെ ഉടമ്പടിയുടെ കാലങ്ങളിൽ നെഗറ്റീവ്സ് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കാം. തീ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കാം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഭാഗമായിട്ട് ഉടമ്പടിയിൽ തീ കത്തിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ പൊള്ളണ അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പൊള്ളൻ അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് വെച്ചാൽ അതിൻ്റെ എലിമിനേഷനിലേക്ക് നമ്മളുള്ള ഇപ്പോൾ തന്നെ നമ്മളുള്ള സ്മിർണയിലെ സഭ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. വെളിപാട് എടുത്ത് 3:2 എടുത്ത് 3:2. വെളിപാട് 3:2. ഉണരുക, നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക. ഏറ്റു പറഞ്ഞ് ഉണരുക, നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക. എപ്പോഴും ഉടമ്പടിയിൽ എപ്പോഴും തീയിലാണ് ഉടമ്പടി ചെയ്യണത്. എപ്പോഴും നമ്മളിവിടെ കൊണ്ടുവന്ന് പുസ്തകം ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളുടെ നിയോഗം ഇടുന്നത് ഒരു വിഷയം. പക്ഷേ ഉടമ്പടി നടക്കുന്നത് ദൈവത്തിന് പറ്റാത്ത നമ്മളുടെ ജീവിതത്തിലുള്ള ദൈവവിരുദ്ധമായ കണങ്ങളെ എപ്പോഴും ഇങ്ങനെ ബേൺ ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം. നമ്മുടെ അഹങ്കാരമൊക്കെ ഇല്ലേ, അഹങ്കാരമൊക്കെ ഉണ്ടാവില്ല നമ്മളിൽ. അതുകൊണ്ടല്ലേ പത്രം കൊടുപ്പൊക്കെ വെച്ചിരിക്കണം, അതിൻ്റെ പേരിലാണ് വെച്ചിരിക്കണത്. എന്താ കാര്യം? പത്രം കൊടുക്കണമെങ്കിൽ അതിനു വേണ്ടി നമ്മുടെ ദുരഭിമാനം കളഞ്ഞിട്ട് മാത്രമേ നമുക്കതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബേൺ ചെയ്യാൻ വേണ്ടി ഒത്തിരി സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്, ബേൺ ചെയ്ത് കളയാൻ വേണ്ടി. കാര്യം നമുക്ക് ആവശ്യമില്ലാത്ത ദുരഭിമാനം, നമ്മുടെ വീട്, നമ്മുടെ പറമ്പ്, നമ്മുടെ ജാതി, നമ്മുടെ വർഗം, നമ്മുടെ തറവാട്, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ സ്കൂളിലും കോളേജിലൊക്കെ നമ്മുടെ നിലപാട്, ഇങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളില്ലേ. അച്ഛന്മാർ വരുമ്പോൾ ഞാൻ പറയും നിങ്ങൾ ഉടമ്പടി എടുക്കരുതെന്ന് പറയും അച്ഛന്മാരോട്. കാര്യം ഇത് കൂടുതൽ ദുരഭിമാനമുള്ള കക്ഷികളാണ്. എന്താണ് അവനെ ഞാൻ പറയും നിങ്ങൾ ഉടമ്പടി എടുക്കണമെന്നുണ്ടെങ്കിൽ ഓഹ ഇട്ടുകൊണ്ട് തന്നെ പത്രം കൊടുക്കാൻ പോകണമെന്ന് പറയും. അല്ല പാൻസിട്ടുണ്ട് ആൾക്കാരെ പറ്റിക്കരുതെന്ന് പറയും. ഞാൻ എൻ്റെ കാര്യം എനിക്ക് പറയാൻ ബാധ്യതരാണ്, ഞാൻ പറയാൻ ബാധ്യതരാണ്. കാര്യം ഇവർക്ക് ബുദ്ധിമുട്ടല്ലേ സംഭവം. അവരുടെ സ്റ്റാറ്റസ് അവർ കീപ്പ് ചെയ്യും, എപ്പോഴും സ്റ്റാറ്റസ് കീപ്പ് ചെയ്യും. ഞാൻ പറഞ്ഞ അച്ഛൻ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യും. അതുകൊണ്ട് അച്ഛനേക്കാൾ നേരത്തെ വേറെ ആൾക്കാർ ദൈവാനുഗ്രഹം മേടിച്ചിട്ട് പോകും. സ്റ്റാറ്റസിന് ബേൺ ചെയ്ത് കളയേണ്ട സ്ഥാനമാണത്, അത് ബേൺ ചെയ്യേണ്ട കളയേണ്ട കാര്യം. അപ്പം ഞാൻ നല്ല വാക്ക് പറഞ്ഞു കൊടുക്കും. ഞാൻ പ്രൊമോട്ട് ചെയ്യത്തില്ല ശരിക്കും. അപ്പോൾ എന്തിനാ ദൈവത്തിനെ പറഞ്ഞ് ദൈവത്തിനൊക്കെ ഇവിടെ കൃപാസനത്തിൽ വന്ന് എന്തിനാ പണി മേടിക്കണേ? മറിച്ച് മര്യാദയ്ക്ക് എളിമപ്പെട്ടിട്ട് കർത്താവിൻ്റെ കൃപയിൽ സ്റ്റാറ്റസ് നോക്കാതെ ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഞാൻ അച്ഛനാണെന്ന് തന്നെ
ഞങ്ങളുടെ മുമ്പിൽ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ശുശ്രൂഷ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ആ സമയത്ത് ബേൺ ചെയ്യും. ഉടമ്പടി അപ്പം തന്നെ കർത്താവ് ആൻസർ ചെയ്യും. എന്താ കാര്യം? അവൻ സത്യസന്ധനാണ്, അവൻ ആരെയും പറ്റിക്കണില്ല, അവൻ ആരുടെ മുമ്പിലും മുഖം മൂടി അളിയുന്നില്ല, തുണി ഉരുന്നി കളയണില്ല, അവൻ മര്യാദക്ക് ഉടുപ്പിട്ടുണ്ട്, സഭയുടെ വസ്ത്രം ചുറ്റുകൊണ്ട് തന്നെയാണ് അവൻ ജീവിക്കണത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ദൈവത്തിനറിയാം. അപ്പോൾ അതൊരു എളിമപ്പെടലിൻ്റെ ഒരു ഭാഗമാണത്. ഇത് അച്ഛന്മാരുടെ കാര്യത്തിൽ പോലും ഞാൻ ഇത്രയും സീരിയസ് ആണ്. നിങ്ങളുടെ കാര്യത്തിൽ എൻ്റെ അവസ്ഥ അറിയാമല്ലോ, ഒരു കോംപ്രമൈസും ചെയ്യത്തില്ല. കാര്യം നമ്മൾ ദൈവവുമായിട്ടാണ് ഈ ഉടമ്പടി ചെയ്യണമെന്നുള്ള ബോധം ആദ്യമേ ഉണ്ടാകണം. ദൈവവുമായിട്ടാണ് ഉടമ്പടി ചെയ്യണത്. അപ്പോൾ ദൈവമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ദൈവമായിട്ടുള്ള ബന്ധം വർദ്ധിപ്പിക്കണം. അല്ലാതെ നിങ്ങൾക്ക് ജോലി കിട്ടണം, വിസ ഇപ്പോൾ പാസ്സാകണം, അതൊക്കെ നിസ്സാര കാര്യമാണ്. ഇത് കഴിഞ്ഞ ദിവസം അവരുടെ പേരെന്നാ, കഴിഞ്ഞ ദിവസം ചേച്ചി തിരുവനന്തപുരത്ത് സാക്ഷ്യം പറഞ്ഞല്ല, ഐറിൻ ചേച്ചിയുടെ സാക്ഷ്യം നിങ്ങൾ കേട്ടാൽ നല്ലതായിരിക്കും. ഐറിൻ ചേച്ചിയുടെ സാക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ ഐറിൻ ചേച്ചിയുടെ ഭർത്താവിൻ്റെ പേര് ജോസഫ് എന്നാ. പിള്ളോടിയാണ്, ഭയങ്കര വിസ, സഹിക്കാൻ പറ്റാത്ത വിസ. അങ്ങനെയൊക്കെ ദുബായിലാണ് ജോലി. അപ്പോൾ ആ കമ്പനിക്കാരൻ മാനേജർ പറഞ്ഞ് ഇങ്ങനെ പോയാൽ ഇത് നടക്കത്തില്ലെന്ന് പറഞ്ഞ്. പക്ഷെ പുള്ളി കേട്ടില്ല. പുള്ളി കേൾക്കാതെ എപ്പോഴും വീസി തന്നെയാണ്, വെളിവില്ലാതെയാണ് കമ്പനി ചെല്ലണത്. വെളിവില്ലാതെ കമ്പനി ചെന്ന് ചെയ്യണമൊക്കെ തെറ്റിപ്പോയി അവസാനം അയാൾ മാനേജർ തന്നെ വിളിച്ച് വൈഫിനോട് പറയും, നാട്ടിൽ ദേ ജോസഫിനെ കൊണ്ട് സഹിക്കട്ട് കേട്ടാ, ഇയാളെ കയറ്റി പിടിക്കണേ. സാറേ കയറ്റി വിടല്ലേ സാറേ, ഞങ്ങൾ ഒരിടത്തും എത്തിയിട്ടില്ല. ഇതിപ്പോൾ 4ാമത്തെ വാണിങ്ങാണ് കൊടുത്തിരിക്കണത്. ഇനി സഹിക്കാൻ പറ്റത്തില്ല, നമുക്ക് കമ്പനിക്ക് നഷ്ടമാണെന്ന് പറയണേ. ഇപ്പോൾ ഇവർ പട്ടാങ്ങി പറയൊക്കെ പറഞ്ഞെങ്കിലും ഫോണോടെ വെച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ജോസഫ് അവർ കൊറിയർ ചെയ്ത് ചാക്കരി കെട്ടിയേ സ്റ്റാമ്പ് ഒട്ടിച്ച് വിട്ടവർ കൊറിയർ വന്ന് ഇവിടെ ഇറങ്ങി വെളിവില്ലാതെ. അതെല്ലാം കഴിഞ്ഞപ്പോൾ പക്ഷേ ഈ ഐറിൻ ചേച്ചി ഭയങ്കര വില്ലത്തിയാണ്. അവരൊന്നും ഇപ്പം സാരമില്ല, നമുക്ക് പണിയുണ്ട്. എന്താണ്? കൃപാസന മാതാവുണ്ടെന്ന്. അതാണ് വിഷയം. ഒരു മനുഷ്യന്മാർ ജീവിതത്തെ കാണുന്ന രീതിയില്ലേ, ഭർത്താവിനെ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്, അവരിങ്ങോട്ട് കൊറിയർ ചെയ്തിരിക്കുകയാണ്, ജീവിതം തീർന്നിരിക്കുകയാണ്. പക്ഷെ അവർ ജീവിതത്തിനോട് അവർ ടാച്ചിയാകുന്നില്ല. അത് പറഞ്ഞ് നമുക്ക് കൃപാസന മാതാവുണ്ട്. നേരെ വന്ന് ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുത്തിട്ട് ആരും പറയും ഞാൻ നിങ്ങളെയും കൊണ്ട് പോകാമെന്ന് പറയും. ഈ ചേച്ചിമാരുടെയൊക്കെ ഒരു ധൈര്യമേ, ഉടമ്പടി എടുത്തിട്ട് ഞാൻ നിങ്ങളെയും കൊണ്ട് അവിടുന്ന് ഡിസ്മിസ് ചെയ്ത് വിട്ടതാണ്. ഇയാളെയും കൊണ്ട് അവർ ഉടമ്പടിയുടെ ധൈര്യത്തിൽ ഉടമ്പടി പറയുന്നുണ്ട്, ഞാൻ ഉടമ്പടി കാശുരം പിടിച്ചുകൊണ്ട് ഹോൾഡ് ചെയ്തതിൻ്റെ വിശ്വാസ പ്രവണത ചൊല്ലിക്കൊണ്ട് ഞാൻ ഇവരെയും കൊണ്ട് ദുബായി ചെന്ന് ഭർത്താവിൻ്റെ കമ്പനി ചെന്ന് വെച്ച് പറഞ്ഞു, സാറേ ഞാൻ ഒരു എൽഡർ നേഴ്സാണ്, എനിക്ക് എങ്ങനെയായാലും ഇവിടുന്ന് എപ്പോഴായാലും എനിക്ക് ജോലി കിട്ടും, അല്ലെങ്കിൽ ഞാനെന്ത് ഏതെങ്കിലും തരത്തിൽ സീനിയർ സിറ്റിസൻസിനെങ്കിലും നോക്കിക്കൊണ്ട് ഞാൻ സെറ്റാകും, അതുവരെ ഈ മനുഷ്യനൊന്ന് ഇവിടെ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു എടുക്കണ പ്രശ്നമില്ല, ഇയാളെ ഞങ്ങൾ ഡിസ്മിസ് ചെയ്യണമെന്ന് നിങ്ങളെ വിളിച്ച് പറഞ്ഞതാണ്, ഇയാളെക്കൊണ്ട് ഞാൻ സൈകെട്ടെന്ന് പറഞ്ഞിട്ട് ഇവർ എടുക്കത്തില്ല, അമ്പിനും മില്ലും എടുക്കത്തില്ല. അപ്പോൾ ഉടനെ ഇവർ തിരികത്തിച്ച് വെച്ച് പച്ചത്തിരിയും നീലത്തിരിയൊക്കെ കത്തിച്ച് മാതാവിൻ്റെ അടുത്ത് കാര്യം സെറ്റാക്കി കഴിഞ്ഞപ്പോൾ ഒരു സംഭവം നടന്നു. എന്താ സംഭവം എന്നറിയാമോ? ദുബായ് ഗവൺമെൻറ് അന്ന് വരെ ചെയ്യാത്തൊരു സംഭവം ചെയ്ത്. എന്താണ്? ഇന്ത്യക്കാരൻ്റെ വിസ ക്യാൻസലാക്കി കളഞ്ഞു. ഇന്ത്യക്കാരൻ്റെ മൊത്തം വിസ ക്യാൻസലാക്കി കളഞ്ഞു. അതോടുകൂടി എന്നാ പറ്റിയത്? ഇങ്ങനെ അതോടുകൂടി ഈ ജോസഫിന് പകരം വേറെ ഒരുത്തനെ എടുത്തായിരുന്നു ഇന്ത്യയിൽ നിന്ന്. അയാൾ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇപ്പം നിയമം വന്നിരിക്കുകയാണ്. എന്താണ്? വിസ ക്യാൻസലായെന്ന്. ഇപ്പം വിസ ഉള്ളത് ആർക്കാണ്? ജോസഫിന് മാത്രം. ജോസഫിനെ തിരിച്ചെടുത്തവർ. ആ ഉടമ്പടി എക്സിക്യൂട്ട് ചെയ്ത ചേച്ചിയാണ് അതിൻ്റെ താരം. മനസ്സിലായില്ലേ? ഒരു ജീവിതം തീർന്നു എന്ന് പറഞ്ഞപ്പോഴേ അവരുടെ പേരെന്നാ? ഐറിൻ ചേച്ചിയാണ് അതിൻ്റെ താരം. അവർ വിട്ടുകൊടുക്കണില്ല, അവർ വീഴുന്നില്ല. അവർ ഉടമ്പടി കാശ് കൊടുത്ത് തൂങ്ങി അവർ ദുബായിൽ എത്തിക്കൊണ്ട് ഈ ഭർത്താവിനെ റീസ്റ്റേറ്റ് ചെയ്യണം. കമ്പനിയെ കൊണ്ട് രാജ്യത്തിൻ്റെ നിയമം മാറ്റിക്കൊണ്ട് അമ്മയിൽ വിശ്വസിക്കുമ്പോഴേ, അമ്മയെ മധ്യസ്ഥയാക്കി കഴിയുമ്പോഴേ ആ കൃപാസന അമ്മ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അത് ഉടമ്പടി മാതാവാണ്, വാഗ്ദാന പേടകമാണ്, നമ്മുടെ എല്ലാത്തിൻ്റെ ആശയുടെ അടിസ്ഥാനമാണ്. ശ്രദ്ധിക്കട്ടെ.
കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദപരമാതാവേ, വാഗ്ദാനപീഠകമേ, സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദപരമാതാവേ. ഈ അയറിന് ഇത്രയും ധൈര്യം കിട്ടിയ എങ്ങനെ പറയാം? അനുവെന്നും പറഞ്ഞ ഒരാൾ ട്രിവാൻഡ്രത്തു നിന്നാണ്. ഈ അയറിൻ ട്രിവാൻഡ്രത്തു നിന്നാണ്. അനു ഒരിക്കൽ അയറിനെ കണ്ടപ്പോൾ പറഞ്ഞേ, പ്രാർത്ഥന കൊണ്ട് ജീവിക്കാൻ പറ്റുന്നൊരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. ഓരോ മനുഷ്യന്മാർ കൃപാസനത്തിൻ്റെ അനുഭവങ്ങൾ സൂക്ഷിക്കണതേ. അയറിനെ കണ്ടപ്പോൾ അനു പറഞ്ഞത്, പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ടെന്ന്. അപ്പം അന്ന് തന്നെ ഈ കൃപാസനത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു വിഷയമുണ്ട്. അപ്പം നിങ്ങളോർക്കും നിങ്ങൾ ആ അനുവാണ് ഈ കുടുംബം മുഴുവൻ രക്ഷപ്പെടുത്തിയത്. എന്താണ്? ഒറ്റ വാക്കുകൊണ്ടാണ്. അയറിനോട് പറഞ്ഞു, പ്രാർത്ഥന കൊണ്ട് ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. അത് അവളുടെ തലയ്ക്ക് പിടിച്ച സംഭവം. അതായത് നിങ്ങൾ ക്രിസ്തുവിനെ കൈമാറുമ്പോൾ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം കൈമാറുമ്പോൾ, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സുവിശേഷമാവുകയും സുവിശേഷമേകുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ സ്വന്തമായി മാറുകയാണ് ചെയ്യണത്. ഇങ്ങനെയാണ് പേഴ്സണൽ റിലേഷൻ വർദ്ധിപ്പിക്കണത്. മനസ്സിലായ? ദൈവത്തിൻ്റെ സ്വന്തമാണെന്ന് വിളിച്ചു പറയണമല്ല, ദൈവത്തോട് തോന്നണം. മോസസിനെ കുറിച്ച് തോന്നിയില്ലേ? എനിക്ക് മോസസിനെ അറിയാമെന്ന് പറഞ്ഞു. അതാണ് സംഭവം. അത് നമ്മളുടെ പ്രവർത്തനങ്ങളിലൂടെയാണ് നമുക്ക് ദൈവത്തിന് നമ്മളെ അറിയാൻ കഴിയണത്. ഇപ്പം എന്തുകൊണ്ടാണ് മോസസിനെ അറിയാമെന്ന് പറയാൻ കാരണം? അതിൻ്റെ താഴെയുണ്ട്. അതായത് 32, അതായത് പുറപ്പാടിൻ്റെ 32 താഴെ ശ്രുതികട ഹല്ലേലൂയ 32:14 താഴെ വായിച്ച് ശ്രുതികട ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പുറപ്പാട് 32:14. തൻ്റെ ജനത്തിനെതിരായുള്ള തീരുമാനത്തിൽ നിന്ന് അവിടുന്ന് പിന്മാറി. മോശ കൈകളിൽ 2 ഉടമ്പടി പത്രികകളുമായി താഴേക്കിറങ്ങി. പലകകളുടെ ഇരുവശങ്ങളിലും എഴുത്തുണ്ടായിരുന്നു. പലകകൾ ദൈവത്തിൻ്റെ കൈവേലയും അവയിൽ കൊത്തിയിരുന്നത് അവിടുത്തെ കൈയെഴുത്തുമായിരുന്നു. നിങ്ങൾ ഈ ഒരു ഭാഗം വായിച്ച 32:14 നിൽക്കണം നമ്മളെ പുറപ്പാട്. ഇവിടെ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം ഈ ജനത്തെ നശിപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ മോസസ് ദൈവത്തോട് പട്ടാങ്ങി പറയും. ദൈവത്തോട് പറയും, അങ്ങനെ നീ നശിപ്പിക്കരുത്. നശിപ്പിച്ച ഒരു പ്രശ്നമുണ്ട്. എന്താണ്? വാഗ്ദാന നാട് കാണിക്കാം, അവകാശമായി നൽകാമെന്നും പറഞ്ഞാണ് ഈജിപ്തിൽ നിന്ന് നീ ഇവരെ കൊണ്ടുപോകുന്നത്. അപ്പം നിനക്കതിനുള്ള ദൈവത്തിനുള്ള കഴിവില്ലാത്ത കൊണ്ടാണ് മരുഭൂമി വെച്ച് അവരെ കൊന്നു കളഞ്ഞതെന്ന് ഈജിപ്തുകാർ പറഞ്ഞാൽ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല, ഞാൻ പിന്നെ ജീവിച്ചിരിക്കത്തില്ലെന്ന് പറയാം. ആര്? ദൈവത്തിന് എന്തെങ്കിലും അപമാനം സംഭവിച്ചാൽ മോശ പറയുകയാണ്, ഞാൻ പിന്നെ ജീവിച്ചിരിക്കത്തില്ലെന്ന്. ഇതാണ് അവർ തമ്മിലുള്ള ബന്ധം. ഇവിടെ പ്രശ്നം, നിൻ്റെ കുടുംബത്തിൽ വിശ്വാസം കുറഞ്ഞാൽ, നിൻ്റെ കുടുംബത്തിലുള്ളവർ നിൻ്റെ അറിവിൽപ്പെട്ടവരും ദൈവത്തിൽ നിന്ന് അകന്നു പോണത് കണ്ടാൽ, നിനക്ക് വിഷമം തോന്നിയാൽ, ആ വിഷമം ഏതറ്റം വരെ പോകുന്നുണ്ടെങ്കിൽ അതെല്ലാം ദൈവം നിന്നെക്കുറിച്ച് കുറിച്ച് വെക്കുന്ന വ്യക്തിപരമായ ബയോഡേറ്റ ആയിരിക്കും. അതാണ് ദൈവം പറയണത്. എന്തിനു പറയും? ഉടനെ ദൈവം പറയുകയാണ്, പുറപ്പാട് 32:14, ദൈവം ഈ ജനത്തെ നശിപ്പിക്കുക എന്നുള്ള തീരുമാനത്തിൽ നിന്ന് പിന്തിരിഞ്ഞു വന്ന് ആ മോസസിൻ്റെ മാധ്യസ്ഥത്തിൽ ജനത്തെ തെറ്റ് ചെയ്ത് ജനത്തെ ദൈവം വെറുതെ വിടും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഇവൻ്റെ മധ്യസ്ഥം വഹിച്ചവൻ്റെ മനസ്സ് തകർന്നിരിക്കുകയും ഇത്രയും നിഷ്കളങ്കമായിട്ട് ഇത്രയും ആത്മാർത്ഥമായിട്ട് ആത്മബന്ധത്തോടു കൂടി ഈ ജനത്തെ ചെങ്കടൽ കടത്തി ഇവിടം വരെ കൊണ്ടുവന്നിട്ട് പോലും ഒരു നിമിഷം ദൈവത്തിന് മോസസിനെ കണ്ടില്ലെന്ന് വെച്ചുകൊണ്ട് നിറക്കേട് കാണിച്ചൊരു ജനമില്ലേ, ഇവരെയും കൊണ്ട് വാഗ്ദാനം നാട്ടിൽ പോകുന്ന പ്രശ്നമില്ല എന്ന് പറയും. എന്നിട്ട് ദൈവം പറയും, ഈ കൽപ്പന എന്ന് കാണിച്ചിട്ട് പറയും, ഇതിൽ വിശ്വസിക്കാത്തവരും അതുപോലെ തന്നെ ഈ ഉടമ്പടിയുടെ ഭാഗമല്ലാത്തവരും ഇനി ഈജിപ്തിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരും മാറി നിൽക്കാൻ പറയും. അപ്പോൾ അവരവർക്ക് ഞങ്ങളെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയാണെന്ന്. മോശം നോക്കുമ്പോൾ എണ്ണി നോക്കുമ്പോൾ 3000-ൽ കൂടുതൽ ആൾക്കാർ തിരിച്ചു പോകാൻ നിൽക്കുകയാണ്.
അപ്പോൾ തിരിച്ചു പോകാത്തവരോട് പറയും അവന്മാരുടെ പെടലെടുക്കാൻ പറയും. കാര്യം ദൈവത്തിൻ്റെ മനസ്സ് വേദനിച്ചത്, ദൈവം കരുണയുടെ വിട്ടെങ്കിലും മോസസ് കരുണയുടെ വിടത്തില്ല. ദൈവത്തിന് വേണ്ടി അവനത് ചെയ്തിരിക്കും. അതാണ് മോസസ്. അതുകൂടി വെച്ചുകൊണ്ടാണ് പറയണത് ഐ നോ ഹിം എന്ന്. എൻ്റെ മനസ്സിലൊരു ധാർമ്മിക രോക്ഷമുണ്ടായാൽ അത് ഞാനായിട്ട് കടിച്ചമർത്തിയാലും കടിച്ചമർത്താത്തവനാണ് എൻ്റെ ആത്മബന്ധം, അവനാണ് മോസസ്. എൻ്റെ ഉടമ്പടി ആത്മബന്ധത്തിൻ്റെ ഒരു പ്രത്യേക ശാസ്ത്രമാണ്. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദി, ആരാധന, മഹത്വം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആഴങ്ങൾ ഉൾപ്പെടുത്തി തരുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. മഹത്വം മഹത്വം. പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു വിഷയം, ഉടമ്പടിയുടെ നിയോഗങ്ങളായ നമ്മൾ വെച്ചിരിക്കുന്ന ഭൗതിക ആവശ്യങ്ങളെക്കാൾ വലുത് ദൈവമായിട്ടുള്ള വ്യക്തിബന്ധം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആത്മീയ ആവശ്യങ്ങളാണ് ഇതിൻ്റെ കാതലെന്ന് പറയണത്. അതനുസരിച്ചാണ് നമ്മൾ ഇത് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഉടമ്പടിക്ക് ലഭിക്കുന്നതിനേക്കാൾ വലിയ സാക്ഷ്യങ്ങൾ പറയാൻ അച്ഛൻ മുമ്പ് പറഞ്ഞ പോലെ ഇത് നിത്യത വരെ നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധമാണ്. ഇത് നിങ്ങളുടെ നാട് കൊണ്ട് അവസാനിക്കണില്ല. നിങ്ങളിവിടെ എല്ലാ തരത്തിലുള്ള മനുഷ്യരുണ്ട്. ചിലരെ കുഴിച്ചിടും, മരിച്ചു കഴിയുമ്പോൾ ചിലരെ കത്തിച്ച് കളയും. എന്തായാലും ആ കുഴിക്കും കത്തിക്കലിനും അപ്പുറത്തേക്കാണ് ഉടമ്പടി നിങ്ങളെ കൊണ്ടുപോകുന്നത്, ദൈവത്തിൻ്റെ നിത്യത വരെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉടമ്പടി പ്രാർത്ഥനയിൽ ഉടരടി പരിഹാരമേകും. ഉടമ്പടി പ്രാർത്ഥനയിൽ ഉടരടി പരിഹാരമേകും. അവൻ പറയുന്നത് ചെയ്തിടുവിൻ. ജീവിതം ധന്യമായി. അവൻ പറയുന്നത് ചെയ്തിടുവിൻ. ജീവിതം ധന്യമായി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥികർത്താവായ ദൈവമേ, ഈ ഉടമ്പടിയിലൂടെ അങ്ങയുമായി ആത്മബന്ധത്തിലെ ആഴപ്പെടാനുള്ള പ്രത്യേക വിവേചന അധികാര വെളിപാട് ശക്തി എനിക്ക് നൽകണമേ. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത്രയും നേരം അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്ന മുഴുവനും ആത്മബന്ധത്തിലെ ദൈവവുമായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രേക്ഷിത പ്രവർത്തനങ്ങളും അത് ദൈവത്തോട് വ്യക്തിപരമായ ബന്ധങ്ങളിൽ ആഴപ്പെടാൻ വേണ്ടി ചെയ്യുന്ന
പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് കണ്ടുകൊണ്ട് വേണം ആ വിഷയങ്ങളെല്ലാം ചെയ്യേണ്ടത്. ഉടമ്പടിക്കാലം വരെ എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും ഒപ്പിച്ച് ഒരു ഫങ്ഷണറി ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഉടമ്പടി സ്ലോ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ഉടമ്പടി കാലത്ത് ഉടമ്പടിയുടെ ചില നിബന്ധനകളെ ഭംഗന്തരേണം നിറവേറ്റിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു താത്വികമായിട്ടും സാങ്കേതികമായിട്ടൊക്കെ ഉടമ്പടി ചെയ്യാൻ പറ്റും. പക്ഷെ അപ്പോഴും സ്ലോ ആയിപ്പോവും. പലരുടെ ഉടമ്പടിക്ക് അനുഗ്രഹം ഇങ്ങനെ സ്ലോ ആകേണ്ട കാര്യമില്ലേ? ഈ ഉടമ്പടി തരണ കാലത്ത് കർത്താവ് പറഞ്ഞ ഉടമ്പടി ഉടനടി അനുഭവം എന്നാണ് പറഞ്ഞത്. ബിഷപ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെ എഴുതാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനത് മാറ്റിയത്. പിതാവിനെ അനുസരിച്ചുകൊണ്ട് മാറ്റിയതാണ്, അല്ലെങ്കിൽ മാറ്റേണ്ട കാര്യമില്ല എനിക്ക്. പക്ഷെ ഉടമ്പടി ഇപ്പോഴും ഈശോ പറഞ്ഞത് എന്താണ്? കഴിഞ്ഞ ദിവസം അയ്യപ്പൻ എന്ന് പറഞ്ഞൊരു ആൾ സാക്ഷ്യം പറഞ്ഞു. നിങ്ങൾ അയ്യപ്പൻ്റെ സാക്ഷ്യം കിടപ്പുണ്ട്. അയ്യപ്പൻ തൃശ്ശൂർക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ പെട്ടെന്ന് ഡിസ്ക് ബൾജായിട്ട് അരക്കെട്ടിന് താഴേക്ക് മൊത്തം മരവിച്ചു പോയി, ശരീരം മൊത്തം മരവിച്ചു പോയി. കുറേ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടും മരവിപ്പ് തന്നെ. കുറേ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് മരവിപ്പ് തന്നെ, മാറ്റമില്ല. മരവിക്കണം എന്ന് പറയുന്നത് വല്ലാത്ത മരവിപ്പാണ്. സൂചി കൊണ്ട് കുത്തിയാൽ പോലും തൊടയിൽ അറിയത്തില്ല. അപ്പോൾ എന്തൊരു മരവിപ്പായിരിക്കും അത്. നടക്കാൻ പറ്റത്തില്ല, കിടപ്പാണ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ മൂത്രം ഒഴിച്ചാൽ പോലും അറിയാതെ അവസാനം മൂത്രം ഒഴിച്ചാൽ പോലും മൂത്രം പോയതായിട്ട് അറിയത്തില്ല. അങ്ങനെ അവസ്ഥയായി. അപ്പോൾ അദ്ദേഹത്തിനോട് പലരോടും പറഞ്ഞു, ഇത് ഈ ഡോക്ടേഴ്സ് കുറേ ചികിത്സ എല്ലാം കഴിഞ്ഞു, പല സ്ഥലത്തും പോയ ആശുപത്രി ഒന്നും ഇവിടെ പേരൊന്നും ഇവിടെ പറഞ്ഞ ആവശ്യമില്ലല്ലോ. അവർക്ക് പോകാൻ പറ്റുന്ന എല്ലാ സ്ഥലത്തും പോയി. പിന്നെ അവസാനം പറഞ്ഞ് ചിലർ പറയും രോഗമൊന്നും കാണുന്നില്ല, സൈക്കോളജിക്കൽ പ്രോബ്ലം ആണെന്ന് പറഞ്ഞ്. എന്നാൽ പിന്നെ സൈക്കാട്രിസ്റ്റ് അടുത്തും പോയി. എന്നിട്ട് മരവിപ്പിന് മാറ്റമൊന്നുമില്ല, എഴുന്നേക്കാനും പറ്റണില്ല. അവസാനം ആരാണ്ട് ഒരു ടീച്ചർ, അത് ഒരു മെൻറ്റർ, ആരാ അവർ? ജാസ്മിൻ എന്നും പറഞ്ഞൊരു ടീച്ചർ അവരുടെ വീട്ടിൽ ചെല്ലാം, ഉടമ്പടി തേന് കൊടുക്കാൻ വേണ്ടി. അത് കൊടുക്കാൻ ചെന്നപ്പോൾ അവർക്ക് സംശയം തോന്നി. പറയണോ ഇങ്ങനെ കൃപാസനത്തെക്കുറിച്ച് പറയണോ? പറഞ്ഞാൽ ഇവർക്ക് എന്ത് തോന്നുമായിരിക്കും, അവരത് ആക്ഷേപിച്ച് കളയുക. അപ്പോൾ അത് സങ്കടമാണ്. മാതാവിനെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവർക്ക് പറയുന്നവർക്ക് സങ്കടം വരത്തില്ലേ? പറയണ്ടേ. പക്ഷേ ജാസ്മിൻ ഇവർ തീർന്നെന്ന് കണ്ടപ്പോൾ, ഇനി ഒരു മാർഗ്ഗമില്ലെന്ന് കണ്ടപ്പോൾ ജാസ്മിൻ പറഞ്ഞ് കൃപാസന മാതാവിൻ്റെ അടുത്ത് പോയാൽ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. ഉടനെ അയ്യപ്പൻ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വന്ന്, വീൽ ചെയറിലാണ് വന്നത്, ഉടമ്പടി എടുത്തു, ആൾത്താറിലും വന്ന് പ്രാർത്ഥിച്ചു, മാതാവിനെയും കണ്ട്. അപ്പോൾ ഒരു കൊല്ലമായിട്ട് അനക്കമില്ലാത്ത പയ്യനാണ്. ചേർത്തല ചെന്നപ്പോൾ അവൻ പറഞ്ഞ് വണ്ടി നിർത്തിക്ക്, എനിക്കൊന്ന് ഇറങ്ങി നിൽക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ അവൻ ഇറങ്ങി നിന്ന് രണ്ട് ചെവിട് നടന്ന്, എന്നിട്ട് പിന്നെ തളർന്നപ്പോൾ പിന്നെയും കയറിയ ആൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആദ്യവാരം മാതാവ് സ്വപ്നത്തിൽ വെച്ചാൽ പറഞ്ഞ് ഫെബ്രുവരി 26-ാം തീയതി കംപ്ലീറ്റ് സുഖമാവെന്ന് പറഞ്ഞവനോട്. 28 ഫെബ്രുവരി 28-ാം തീയതി കംപ്ലീറ്റ് സുഖമാവെന്ന് പറഞ്ഞ്. അമ്മ പറഞ്ഞ അതേ സമയത്ത് 28-ാം തീയതി അവൻ നടക്കാൻ തുടങ്ങിയാണ്. ഇതാണ് കൃപാസന അനുഭവം എന്ന് പറയണത്. അപ്പം നമ്മളൊന്ന് മനസ്സ് വെച്ച ഒരു സെക്കൻഡ് മതി ഈ വിഷയം. നിങ്ങൾ ആ സാക്ഷ്യം നോക്കണം. ആ സാക്ഷ്യം കിടപ്പുണ്ട്. അയ്യപ്പൻ്റെ സാക്ഷ്യമാണ് ഈ ആഴ്ചത്തെ നല്ല വലിയ സാക്ഷ്യങ്ങളൊന്നും അതാണ്. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവനും മരവിച്ച് തീർന്നു, ഇനി ഇവിടെ കിടന്ന് മരിച്ചു പോകത്തുള്ളെന്ന് വിചാരിച്ചാലും അമ്മ വന്നൊന്ന് തൊട്ടാൽ അതോട് ജീവൻ തിരിച്ചു കിട്ടും. അപ്പോൾ ഇതാണ് ഉടമ്പടി എന്ന് പറയണത്. അപ്പോഴും നിങ്ങൾക്ക് അത്രയും വ്യക്തമായ കാര്യമാണെങ്കിൽ ആദ്യമതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അടയാളം കാണട്ടെ. അയ്യപ്പൻ്റെ മോന് കാണിച്ചല്ല, ആൻ്റപ്പൻ്റെ മോന് കാണിച്ചല്ല, എനിക്കും കാണിക്കട്ടെ എന്ന് പറഞ്ഞിരുന്നാൽ നടക്കത്തില്ല സംഭവം. അപ്പോൾ നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ദൈവവുമായിട്ട് ആത്മബന്ധം ഉണ്ടാക്കാൻ നോക്കണം. അപ്പോൾ ദൈവത്തിന് തോന്നണം ദൈവത്തിൻ്റെ മകളാണ്, ദൈവത്തിൻ്റെ മകനാണ്. ഉടമ്പടിക്കാലം കഴിഞ്ഞാലും നീ വിശുദ്ധിയോടെയും ദൈവത്തിന് വേണ്ടി ജീവിക്കുമെന്ന് ദൈവത്തിന് തോന്നിയാൽ ഉടമ്പടി ടൈം ഷോർട്ടായി വരും. അടയാളം കാണാത്തപ്പോഴും മഹത്വപ്പെടുത്തി ജീവിതത്തിൽ മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ.
ജീവനേ സുന്ദരേ അങ്ങേ മാറിൽ ചായുന്നു ഞാൻ. ഒരുമിച്ച് പാടുക. ജീവനെ ജീവനേ